الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെ നമ്മൾ റമളാനിനെ സ്വീകരിച്ചു. വളരെ ആവേശത്തോടെ റമളാനിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് റമളാനിനെ വിട പറഞ്ഞു. അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാവട്ടെ. മറ്റ് 11 മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകമായ കർമ്മം റമളാനിലുള്ളത് നോമ്പ്, ഫിത്ർ സക്കാത്ത്, അതുപോലെ തന്നെ ജമാഅത്തായിട്ടുള്ള തറാവീഹ് നമസ്കാരം. ഇതല്ലാത്ത ആരാധനാ കർമ്മങ്ങളൊക്കെ റമളാനിലും അല്ലാത്ത കാലത്തും ഒരുപോലെ അള്ളാഹു വിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ളതാണ്. റമളാനിൽ നമ്മൾ എല്ലാ ആരാധനാ കാര്യങ്ങളിലും അങ്ങേയറ്റത്തെ ഉത്സാഹവും താല്പര്യവും കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് നമസ്കാരം, നമസ്കാരം, അസ്വലാത്തു എന്ന് പറഞ്ഞാൽ സ്വലത്തും ബൈനൽ അബ്ദി വർ റബ്ബ്, നമ്മളും നമ്മളെ സൃഷ്ടിച്ച റബ്ബുമായിട്ടുള്ള ഹൃദയബന്ധമാണ് നമസ്കാരം. ആ നമസ്കാരം നിലനിർത്തുന്ന കാര്യത്തിലും അതിൽ പരമാവധി ജമാഅത്തായി നിർവഹിക്കുന്ന കാര്യത്തിലൊക്കെ റമളാനിൽ അങ്ങേയറ്റത്തെ താല്പര്യവും ശ്രദ്ധയുമുള്ളവരായിരുന്നു വിശ്വാസികൾ. എന്നാൽ റമളാനും പെരുന്നാളും കഴിയുന്നതോടുകൂടി സുബഹി ജമാഅത്തിനടക്കം പള്ളിയിൽ ആളില്ലാതെ ആകുന്ന ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ നമ്മൾ ആരാധിച്ചത് അള്ളാഹുവിനെയല്ല, നമ്മൾ ആരാധിച്ചത് റമളാനിനെയാണ്. നമ്മൾ ബഹുമാനിച്ചത് റമളാനിനെയാണ്, അള്ളാഹുവിനെയല്ല. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന ഒരാൾ എല്ലാ കാലവും ഒരുപോലെ ഇബാദത്ത് ചെയ്യും. കാരണം ഒരാൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്
ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അല്ലാഹു ആണ്. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ, പരമകാരുണികൻ, കരുണാനിധി എന്നിങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഖുർആനിൽ നിന്ന് അള്ളാഹുവിനെ കൃത്യമായി ബോധ്യപ്പെട്ട് ഇബാദത്തെടുക്കുന്ന ഒരു മനുഷ്യൻ. നോക്കൂ, ആദ്യം നമുക്ക് ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടണം. അതിലുള്ള ഓരോ വാചകങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്നോടും നിങ്ങളോടും പറയുന്ന വാചകങ്ങളാണ് എന്ന കൃത്യമായ ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്ന് ആ ഖുർആനിൽ അള്ളാഹു അവനെ എങ്ങനെയാണോ പരിചയപ്പെടുത്തുന്നത് അത് ശരിയായി ഉൾക്കൊള്ളുകയും സർവശക്തനായ, ഖദീറായ, ഖബീറായ, സൂക്ഷ്മജ്ഞാനിയായ, അലീമായ, എല്ലാം അറിയുന്ന, ബസീറായ, എല്ലാം കാണുന്ന, റഹീമായ, പരമകാരുണികനായ, വദൂദായ, അങ്ങേയറ്റത്തെ സ്നേഹസമ്പന്നനായ, ലത്തീഫായ, അങ്ങേയറ്റത്തെ ദയാലുവായ, നിഗൂഢജ്ഞനായ ഒരു റബ്ബ്. ആ റബ്ബാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അവന്റെ കൽപ്പനയാണ് ഞാൻ അനുസരിക്കുന്നത്. അവന്റെ ഇഷ്ടവും പ്രീതിയുമാണ് ജീവിതത്തിൽ മറ്റെല്ലാ നേട്ടങ്ങളെക്കാളും വലിയ നേട്ടം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ അടുത്തറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബിനെ ബോധ്യപ്പെട്ടുകൊണ്ട് അവനോടുള്ള ഇഷ്ടത്തിൽ നിന്ന്, കാരണം അവൻ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. ധാരാളം ആയത്തുകളിൽ അള്ളാഹു ആവർത്തിച്ച് പറയുന്ന ഒരു വാചകം, വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല അള്ളാഹു. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, സൂക്ഷ്മജ്ഞാനിയും നിഗൂഢമായ കാര്യങ്ങൾ, അതിനിഗൂഢമായ കാര്യങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു. വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളിലുള്ളതും മാനസികാവസ്ഥയും എല്ലാം കൃത്യമായി അറിയുന്നവൻ. ഒന്ന് ആലോചിച്ച് നോക്കി, റബ്ബാരാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുകയും എല്ലാറ്റിനും കഴിവുള്ള, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, മനുഷ്യരായ അവന്റെ സൃഷ്ടികളായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, ദയാലുവായ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആ റബ്ബ് എന്നോട് കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് എന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് മരണം വന്നെത്തുന്നത് വരെ നീ നിന്റെ സൃഷ്ടാവായ, രക്ഷകനായ, പരിപാലകനായ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ അറിവും കഴിവും അള്ളാഹുവിനെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടണം. എവിടുന്നാ ബോധ്യപ്പെടുക? ഇന്ന് മുഅ്ജിസത്ത് കാണിക്കുന്ന ഒരു പ്രവാചകൻ നമ്മുടെ കൂട്ടത്തിലില്ല. പകരം നമ്മുടെ മുമ്പിലുള്ളത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനുമായി അടുത്തിടപഴകുമ്പോൾ മാത്രമേ ഒരാൾക്ക് റബ്ബിനെ ബോധ്യപ്പെടുള്ളൂ. ആ റബ്ബിനെ ബോധ്യപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടം സമ്പാദിക്കണം, അവനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിന്റെ പ്രീതി നേടണം, അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടണം, അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെടണം. അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് ചിന്തിക്കും. അള്ളാഹു നമ്മോട് അറിയിച്ചത്, നിങ്ങൾ എന്നിലേക്കൊരു ചാണടുത്താൽ ഞാൻ നിങ്ങളിലേക്കൊരു മുഴം അടുക്കും, നിങ്ങൾ എന്നിലേക്കൊരു മുഴം അടുത്താൽ ഞാൻ നിങ്ങളിലേക്കൊരു മാറടുക്കും, നിങ്ങൾ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും. അങ്ങനെയുള്ള റബ്ബ്,
സ്നേഹനിധിയായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും വീഴ്ചകളും പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ മനുഷ്യർ എന്നുള്ള നിലക്ക്, ദുർബലരായ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് നിങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ അബദ്ധങ്ങളും പുറത്തു തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നിലേക്ക് അടുക്കാൻ തയ്യാറാവണം. എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹ് പറയാൻ. അത് ബോധ്യപ്പെടാം. അപ്പൊ ഒരു മനുഷ്യന് എന്നെ റബ്ബ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത്, എനിക്ക് ശരീരം തന്നത്, എനിക്ക് ആത്മാവ് തന്നത് ആ റബ്ബിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അവന്റെ ഇഷ്ടം സമ്പാദിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. അവൻ എന്നെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ എല്ലാം അറിയുന്ന ഖദീറായ, എല്ലാറ്റിനും കഴിവുള്ള ഖബീറായ, ബസീറായ, സമീആയ, അലീമായ, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന റബ്ബിനെ, സ്നേഹനിധിയായ വദൂദായ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവന്റെ ഇഷ്ടം എനിക്ക് നേടിയെടുക്കണം. ഈ ഒരു നിയ്യത്തിലാണ് അത് മനസ്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട്, ആ ഒരു വിശ്വാസം മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിരുന്നത് എങ്കിൽ അത് റമദാനിൽ മാത്രമായി പോവുകയില്ല. കാരണം റമദാനിൽ ഏതൊരു റബ്ബാണോ നമ്മുടെ റബ്ബ്, ആ റബ്ബ് തന്നെയാണ് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ റബ്ബ്. അപ്പൊ റമദാനിൽ ജമാഅത്തുകൾ സജീവമായിരുന്നു സുബഹിക്ക് അടക്കമെങ്കിൽ, റമദാനിൽ കഴിഞ്ഞാൽ പള്ളി കാലിയാകുന്നു എങ്കിൽ റബ്ബിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ നീ നേരെ ചൊവ്വെ നിലകൊള്ളുക. വമൻ താപ മഅക, നിന്നോടൊപ്പം തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മാർഗത്തിൽ. വലാ തത്തഖൗ, നീ അതിര് കവിയരുത്, നീ അതിര് വിടരുത്. എന്നിട്ട് റബ്ബ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഖുർആനിന്റെ എല്ലാ ആയത്തിലും ഇങ്ങനെ തന്നെയാണ്. ഏതാണ്ട് മിക്കവാറും ആയത്തുകള് നമ്മെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയാണ്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കണ്ടറിയുന്നവനാകുന്നു റബ്ബ്. ഇപ്പൊ റമദാനിൽ പ്രവർത്തിച്ചവനും റമദാൻ കഴിഞ്ഞിട്ട് നിർത്തിയവനെയൊക്കെ ആർക്കറിയാം? റബ്ബിനറിയാം. അമല് സ്വീകരിക്കണോ വേണ്ടെന്ന് ആർക്ക് തീരുമാനിക്കാം? റബ്ബിന് തീരുമാനിക്കാം. ഖുർആനിൽ പല സ്ഥലങ്ങളില് അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ ഉയർത്തുന്നു, അവനുദ്ദേശിക്കുന്നവരെ താഴ്ത്തുന്നു, അവനുദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോന് പ്രത്യേക കുറെ ആൾക്കാരോട് ഭയങ്കര സ്നേഹമുണ്ട് എന്ന്. പക്ഷെ അതല്ല, ഓരോരുത്തരുടെയും മനസ്ഥിതി വളരെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബ്. അമൽ ആരിൽ നിന്ന് സ്വീകരിക്കണം, ആർക്ക് പ്രതിഫലം നൽകണം, ആരാണ് എന്റെ പ്രീതി ആഗ്രഹിക്കുന്നത്, ആരാണ് എന്നിൽ യഖീനായ ഈമാൻ ആഗ്രഹിക്കുന്നത്, ആരാണ് പരലോകത്തിൽ യഖീനായ ഈമാൻ ആഗ്രഹിക്കുന്നത്, പരലോകം ലക്ഷ്യം വെച്ചുകൊണ്ട് റബ്ബ് എന്റെ അടുക്കലേക്ക് തിരിച്ചു വരേണ്ടുന്നവരാണ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ഉന്നതമായ സ്ഥാനവും പദവിയും നേടിയെടുക്കണം എന്ന ബോധ്യത്തിന്റെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ കൃത്യമായി റബ്ബിനറിയാം. അതുകൊണ്ടാണ് ആയത്ത് ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കണ്ടറിയുന്നവനാകുന്നു റബ്ബ് എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു വിശ്വാസം, അള്ളാഹുവിന്റെ സ്നേഹവും പ്രീതിയും നേടിയെടുക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട്, റബ്ബിനെ മനസ്സിലാക്കുമ്പോ നമുക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടം വരും റബ്ബിനോട്. അവൻ നമ്മളുമായിട്ടുള്ള ബന്ധം, നമുക്ക് അവൻ നൽകുന്ന വിട്ടുവീഴ്ച, നമ്മോട് അവൻ കാണിക്കുന്ന കാരുണ്യം, നമ്മോട് അവൻ കാണിക്കുന്ന സ്നേഹം, ഇതൊക്കെ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അള്ളാഹുവിനെ ഒരുപാട് മനസ്സിൽ ഇഷ്ടമാകും. ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഇബാദത്ത് ഒരിക്കലും നിലച്ചു പോവില്ല. നമ്മുടെ മനസ്സിൽ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബാദത്ത് സ്വയം റബ്ബിന് കീഴൊതുങ്ങുന്ന ഒരു അവസ്ഥ. അതാണ് വഅബ്ദു റബ്ബക, നിന്റെ റബ്ബിന് നീ കീഴൊതുങ്ങുക, നീ ഇബാദത്ത് ചെയ്യുക. ഹത്താ യഅതിയക്കൽ യഖീൻ, നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത് വരെ ദുനിയാവിൽ അങ്ങനെ ചെയ്യാന്നാ. അപ്പൊ റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന് കീഴൊതുങ്ങിയ, ഇഷ്ടത്തോടു കൂടി സ്വമനസാലെ കീഴൊതുങ്ങിയ ഒരു മനുഷ്യന്റെ ഇബാദത്ത് ജീവിതത്തിൽ ഒരിക്കലും നിന്നു പോവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ആ ഒരു നിലവാരത്തിലേക്ക്, വിശ്വാസ നിലവാരത്തിലേക്ക് എത്താൻ എന്താ മാർഗം? ഒന്നാമതായി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, പടച്ചോനെ യഖീനായ ഈമാൻ തരണം നിന്നിൽ പരലോകത്തിൽ. അപ്പൊ അതിനുള്ള മാർഗം പടച്ചോൻ കാണിച്ചു തരും.
രണ്ടാമതായിട്ട് ഖുർആനിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയുക, ഖുർആൻ ആഴത്തിൽ ഖുർആനിലെ അടുത്തറിയുക. കാരണം ഖുർആനിന്റെ ഓരോ ആയത്തിന്റെ ശൈലി, അള്ളാഹുവിനെ നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന ശൈലി, പരലോകത്തെ നമ്മുടെ മുമ്പിൽ വെച്ച് ബോധ്യപ്പെടുത്തുന്ന ശൈലി, അത് ബുദ്ധിയും ചിന്താശേഷിയുമുള്ള ഒരു മനുഷ്യനും നിഷേധിക്കാനാവാത്ത നിലക്ക് നമ്മുടെ മുമ്പിൽ ഈ ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത്. അത് ബോധ്യപ്പെടുമ്പോ മാത്രമേ അള്ളാഹുവിന്റെ സ്വമനസാലെ കീഴൊതുങ്ങുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയാണ് അപ്രകാരം നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്ന ആളുകളെ ആ സത്യത്തിൽ നിന്ന് നാം തെറ്റിക്കുന്നു. അപ്പൊ ഹിദായത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണെന്ന് റബ്ബിനറിയാം. അവർക്ക് റബ്ബ് ഹിദായത്ത് കൊടുക്കും, യഖീനായ ഈമാനും കൊടുക്കും. എന്നിട്ട് പറയാണ് അള്ളാഹിനെ പരിചയപ്പെടുത്തുക. അള്ളാഹു ധിക്കാരികളായ ആളുകളെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കും, അവര് ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകും എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയാ, എന്നിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തുക. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറാ വസ്സമാഅ ബിനാഅൻ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാതി ദാലികുമുല്ലാഹു റബ്ബുകും ലാ ഇലാഹ ഇല്ലാ ഹുവ ദാലികുമുല്ലാഹു റബ്ബുകും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കുക, അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് അള്ളാഹു അല്ലദി എങ്ങനെയുള്ളവനാണ്, ജഅല ലക്കുമുൽ അർദ ഖറാറ, ഭൂമിയെ നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തി തന്നവനാണ്, ഉറപ്പിച്ചു നിർത്തി തന്നവനാണ്. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, അള്ളാഹിന്റെ അറിവ് കഴിവും പരിചയപ്പെടുത്താൻ അള്ളാഹു ഈ പ്രപഞ്ചത്തെയാണ് സാക്ഷി നിർത്തിയത്. നമ്മള് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും, നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നൊക്കെ പറയുന്ന ഹദീസ് വന്നിട്ടുള്ള സൂറത്ത് മുൽക്ക് ഉണ്ടല്ലോ, ആ സൂറത്ത് മുൽക്കിൽ ഒന്നാമത്തെ ആയത്ത് നോക്കി നിങ്ങള്. ഒന്നാമത്തെ ആയത്ത് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. തബാറക അനുഗ്രഹീതനാകുന്നു, അല്ലദീ ബിയദിഹിൽ മുൽക്ക് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമാധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹീതനാകുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അപ്പൊ അള്ളാഹു ഖദീറാണ് എന്ന് അള്ളാഹ്ക്ക് നമ്മളെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്താൻ അള്ളാഹ് എന്താ ചെയ്തത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മളെ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിന്റെയൊക്കെ പരമാധികാരം ആർക്കാണോ അവന്. അപ്പൊ ഈ ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളും ഇവിടെയും അങ്ങനെ തന്നെ. ഭൂമിയെ നിങ്ങൾക്ക് ഉറപ്പിച്ചു നിർത്തി തന്ന, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ ഉറപ്പിച്ചു നിർത്തി തന്ന അള്ളാഹു ഖദീറാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പൊ നമ്മള് ചിന്തിക്കുകയും അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നമുക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ ഭൂമി മണിക്കൂറിൽ 1600 കിലോമീറ്ററിലധികം വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാപ്പകലുകളിൽ അധികം ഉണ്ടാവുന്നത്. നമുക്കൊക്കെ അറിയാം. ഒരു 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വാഹനത്തിൽ പിടിക്കാതെ ഒന്ന് നിന്ന് നോക്കിയാൽ വിവരം അറിയും. ഇത് 1600 കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്. നമ്മളാരും വല്ല അറിയുന്നുണ്ടോ? ഇല്ല. ആരെ കഴിവാണ് അത് ബോധ്യപ്പെടുത്തിയിട്ട് ആ ഖദീർ അള്ളാഹ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തിയിട്ട് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും സാക്ഷി നിർത്തിയിട്ടാണ് അള്ളാഹു ഖദീർ ആണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത് ഖുർആൻ. അതാ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ വസ്സമാഅ ബിനാ, ഉപരിലോകത്തെ നിങ്ങൾക്ക് ഒരു എടുപ്പ് പോലെ ഭദ്രമാക്കിയിരിക്കുന്നു. ഉപരിലോകങ്ങളെ മുഴുവൻ പരസ്പരം ആകർഷണ ബലത്തിൽ നിലനിർത്തിക്കൊണ്ട്. എന്നിട്ട് വസവ്വറക്കും, നിങ്ങളെ രൂപപ്പെടുത്തി, ഫഅഹ്സന സുവറക്കും, നിങ്ങളുടെ രൂപം ഏറ്റവും നന്നാക്കി. ഖുർആനില്
അള്ളാഹുവിൽ വിശ്വസിക്കണം, പരലോകത്തിൽ വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം മനുഷ്യനോട് അവന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് അള്ളാഹിനെ കണ്ടെത്താനാ പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞത് നമുക്കറിയാമോ? ഏറ്റവും ആദ്യം അവതരിച്ച ആയത്തേതാന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് വഫീ അൻഫുസിക്കും, നിങ്ങളിൽ തന്നെയും സർവശക്തനായ ഒരു റബ്ബ്, എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബ് ഉണ്ട് എന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ തെളിവുണ്ട്. വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, കണ്ടറിയാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ എന്ന് അള്ളാഹ് ചോദിക്കുന്നത്. വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അപ്പൊ റബ്ബ് അലീമാണ്, എല്ലാം അറിയുന്നവനാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, ഖദീറാണ്. ഈ ഖദീർ എന്ന് പറഞ്ഞാല് എല്ലാറ്റിനും കഴിവുള്ളവെന്ന് പറഞ്ഞാല് എനിക്കും നിങ്ങൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് പടച്ചവൻ. ഈ ഗോളാകൃതിയായ ഭൂമിയിൽ എല്ലാവർക്കും ഞങ്ങൾ തലകുത്തനെ വെച്ച് മേലോട്ടിരിക്കുന്നു തോന്നില്ലേ? ഇത് അതിശക്തമായി കറങ്ങിട്ട് ആ കറക്കം നമ്മൾ പോലെ അറിയുന്നില്ലല്ലോ. കോടാനുകോടി ഗ്രഹങ്ങൾ ഒരു സെക്കൻഡ് തെറ്റാതെ നിലനിൽക്കുന്നില്ലേ? ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അള്ളാഹ് ഖദീറാണ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്, അള്ളാഹ് അലീമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ള പടച്ചവൻ ഇത്ര ഭദ്രമായി, അന്യൂനമായി, വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കഴിവുള്ള റബ്ബ് ആദ്യത്തെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ ക്ഷീണിച്ചു പോയി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പരലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള മനുഷ്യരെ വളരെ കൃത്യമായി അള്ളാഹുവിനെ, പരലോകത്തെ വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഖുർആനുമായി നമ്മൾ അടുത്തിടപഴകണം, ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിയുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ ഒരിക്കലും റമദാനിൽ മാത്രമായി പോവുകയില്ല. ഒരിക്കലും അവന് ഇബാദത്തുകൾ ഒരു ഭാരമായി തോന്നില്ല എന്ന് മാത്രമല്ല, ഇബാദത്ത് ചെയ്തിട്ടില്ലെങ്കിലാണ് അവന്റെ മനസ്സിന് വിഷമം തോന്നുക. റബ്ബിന്റെ മുമ്പിൽ കുമ്പിട്ടിട്ടില്ലെങ്കിലാണ് അവന്റെ മനസ്സ് അസ്വസ്ഥമാവുക. ഇപ്പൊ കഴിഞ്ഞ റമദാനിന് മുമ്പേ ഒരു ചങ്ങാതി, ഞാൻ മതം വിട്ടതിന് ശേഷമാണ് 11 മണി വരെ ഒന്ന് കിടന്നുറങ്ങിയത്, ഒരു ടെൻഷനും ഇല്ലാതെ 11 വരെ കിടന്നുറങ്ങിയെന്നാ പറഞ്ഞു കേട്ടു. ശരിക്ക് അള്ളാഹുവിൽ യഥാർത്ഥ വിധി വിശ്വസിച്ച ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അവന്റെ വേദനകളും വിഷമങ്ങളും റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് അവന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്ത് ആ ഇബാദത്ത് അങ്ങോട്ട് നിർവഹിക്കുമ്പോൾ റാഹത്ത് കിട്ടുന്നത്, ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്നത്. മറ്റേത് ഈ അള്ളാഹു കാണിച്ചെന്ന റൂട്ടിൽ നടക്കാതെ ആളുകൾക്ക് ശൈത്താൻ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുക്കുക. ആ തലക്ക് തോന്നിപ്പിക്കുന്നതാണ്. പാൻ തന്നെ കിടന്നുറങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയെന്ന്. ഒരു മുഅ്മിനായ മനുഷ്യന് സമാധാനം കിട്ടുക റബ്ബിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ, റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുക. അത് ഖുർആനിൽ നിന്നല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഖുർആനുമായി അടുത്തിടപഴകുകയും ഖുർആൻ കൂടുതൽ മനസ്സിലാക്കുകയും അതിൽ നിന്ന് നമുക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടണം, പരലോകത്തെ ബോധ്യപ്പെടണം. അതോടൊപ്പം ആത്മാർത്ഥമായി സുജൂദിൽ കടന്നിട്ട് യഖീനായ ഈമാൻ തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു നിലക്കുള്ള സംശയവും ഇല്ലാത്ത നിലക്ക് ഈമാൻ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകും. ആ ഈമാനിൽ നിന്ന് വരുന്ന ഇഷ്ടത്തോടു കൂടിയുള്ള, മാനസികമായ ഇഷ്ടത്തോടു കൂടിയുള്ള അമലുകളാണെങ്കിൽ അതൊരിക്കലും നിലച്ചു പോവുകയില്ല. ആ നിലക്കുള്ള വിശ്വാസ നിലവാരത്തിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു എന്നെ നിങ്ങളെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് വെക്കേഷൻ കാലമാണ്. സാധാരണ വെക്കേഷൻ സമയമാകുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ഹദീസ് ഒരുപക്ഷെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാകും. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഹ് എന്ന ഹദീസ്. 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, ആളുകൾ അധികവും ആ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് അശ്രദ്ധരാണ്. അസ്സിഹ്ഹത്തു ആരോഗ്യം, വൽ ഫറാഹ് ഒഴിവ് സമയം. ഈ ഒഴിവ് സമയം
പരമാവധി നന്മയുടെ മാർഗത്തിൽ, ദീനീ പഠനത്തിന്റെ മാർഗത്തിൽ, പരലോകത്തേക്ക് സമ്പാദ്യമാവുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്ന വ്യാപകമായൊരു കാലഘട്ടത്തിൽ ഒരുപാട് സമയം നമ്മുടേത് അങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ്. ഒരു ഫായിദയും ഒരു പ്രയോജനവും ഇല്ലാത്ത നിലക്ക് നഷ്ടപ്പെട്ടു പോവാണ്. നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്, നമുക്ക് അള്ളാഹ് കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയും, ദീനീയായ മതപരമായ പുസ്തകങ്ങൾ വായിക്കുക, ഖുർആന്റെ അർത്ഥസഹിതം വായിക്കുക, അങ്ങനെ നമ്മുടെ ഈമാൻ വർധനവിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് ഉണ്ടാവുക. മക്കളെ കുറിച്ച് അമിതമായൊരു വിശ്വാസം വെച്ച് പുലർത്താതിരിക്കുക, അമിതമായി അവരെ സ്നേഹിക്കാതിരിക്കുക, അവരുടെ ദീനിയായ ഉയർച്ചയില് നമ്മൾ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഉമ്മമാര് കുട്ടികളുടെ മതപരമായ കുട്ടികൾ വളർന്നു വരുന്ന കാര്യത്തിൽ അവരെ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊക്കെ നമ്മളെ പള്ളികളിൽ കുട്ടികൾ ജമാഅത്തിന് പറഞ്ഞേക്കുക, നിസ്കാരത്തിന്റെ കാര്യത്തിൽ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുക, കുട്ടികൾ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഇബാദത്തുകളുടെ കാര്യം മാത്രമല്ല, ഇപ്പോ അഹമ്മദ് ഷൗക്കിയുടെ ഒരു കവിതയിൽ കാണാം, ഒരു ഉമ്മ വിവരം കെട്ടവളാണെങ്കിൽ വിവരക്കേട് കൊണ്ടാണ് അവരെ മുലയൂട്ടുക എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ നിലക്കുള്ള വളർച്ചക്കും ഇപ്പൊ ഭക്ഷണം എത്ര വേണം? ചില ഉമ്മമാര് പറയും കുട്ടിക്കാലത്തെ തിന്നാൻ കഴിയും, തിന്നോടത്തെ എന്ന് പറഞ്ഞിട്ട് മൂക്കറ്റം തീറ്റിക്കും. അങ്ങനെ തീറ്റിക്കുമ്പോ ആ കുട്ടി ഒരു 30-35 വയസ്സാകുമ്പോൾ ഷുഗറിനും പ്രഷറിനും ഒക്കെ അടിപ്പെട്ടിട്ട് രോഗിയായി തീരും. അവിടെയൊക്കെ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. കുട്ടിയല്ലേ തിന്നുമ്പല്ലേ തിന്നാൻ പറ്റൂ എന്ന് പറഞ്ഞ് തീറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഉമ്മാമാർക്ക് ബോധം ഉണ്ടാവണം. അതുകൊണ്ടാണ് അൽ ഉമ്മു മദ്രസത്തുൻ, ഒരു ഉമ്മ എന്ന് പറഞ്ഞ ഒരു പാഠശാലയാണെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യത്തില്, കുട്ടിയുടെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തില്, കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മമാരുടെ ബാധ്യതയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ദീനിയായി വളർന്നു വരുന്ന ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കൂരിട്ടിലകപ്പെട്ട അധാർമികതയിലകപ്പെട്ട ഈ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെ മക്കളെ നമ്മൾ ദീനിയായി വളർത്തിയില്ല എങ്കിൽ അതിന്റെ അനന്തരഫലം ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല, നമ്മളും ദീനിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി അള്ളാഹുവിന്റെ ദീനിനെ വകവെക്കാതെ നിലക്കും ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ ശത്രുക്കളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. സൂറത്ത് ഇസ്രായേലിലെ ആദ്യ ഭാഗത്ത് അതിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് ആ ദീനിനെ വകവെക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ അള്ളാഹു ശത്രുക്കളെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ലൊക്കെ പാസ്സായി കഴിഞ്ഞു. മുസ്ലിം സമുദായത്തെ എങ്ങനെ അരിക്കാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വഖഫ് എന്ന് പറഞ്ഞാൽ സത്യത്തില് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വിശ്വാസിക്കും അറിയാം 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തേക്ക് നിലനിൽക്കുന്നത്. ഒന്ന്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. മറ്റൊന്ന്, അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഉപകാരപ്രദമായ അറിവ്. ഇത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. ഈ ഒരു ബോധത്തോടു കൂടി ഈ രാജ്യത്തുടനീളമുള്ള വിശ്വാസികള് പരലോകത്തേക്ക്, ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കണം, പരലോകത്തേക്ക് സമ്പാദ്യമാവണം എന്ന ബോധത്തോടു കൂടി ദീനിന്റെ മാർഗത്തിൽ പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിച്ചു വെക്കുന്നതാണ്, പ്രഖ്യാപിക്കുന്നതാണ് വഖഫ് എന്ന് പറയുന്നത്. അത് മറ്റൊരാൾക്ക് പിടിച്ചെടുക്കുന്ന ഭൂമിയല്ല. ഒരാൾക്ക് ഒരു മുതല് പിടിച്ചെടുത്താൽ നാളെ പരലോകത്ത് അത് കണ്ടാഭരണമായിട്ട് അണിയിക്കപ്പെടുന്ന പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. എന്നിട്ട് വഖഫ് എന്ന് പറഞ്ഞാൽ മറ്റവന്റെ ഭൂമി തട്ടിയെടുക്കലാന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചാല്, മുസ്ലിം സമുദായം പരലോകം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയും വഖഫ് ചെയ്യുകയും ചെയ്യുന്നത് പോലെ മറ്റൊരു സമുദായത്തിനും അത്രത്തോളം ഒരു സംവിധാനമില്ല. അപ്പൊ ഈ സമുദായത്തിന്റെ സ്ഥാപനങ്ങളും വളർച്ചയും ഒക്കെ കാണുമ്പോൾ അതിനെങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നിലനിൽക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ദുർബലരാണ്, അള്ളാഹു ഇസ്സത്ത് നൽകും.
വഖഫ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മുമ്പ് കാലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ആളുകൾ വഖഫ് ചെയ്തിരുന്നു. അത് ഓരോരുത്തരെ കൊണ്ട് എന്താണോ കഴിയുക. അപ്പൊ ഒരു പള്ളിയിലേക്ക് തെങ്ങ് വഖഫ് ചെയ്തിരുന്നു മുമ്പൊക്കെ. എന്താണ് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥയും നമ്മളെ സമൂഹത്തിൽ ഉണ്ടാവണം. വിശ്വാസികളുടെ സമൂഹത്തിൽ ഇസ്സത്ത്. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം, ആയിരക്കണക്കിന് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ മറ്റൊരു ഗവൺമെന്റിന്റെ സഹായവും ഇല്ലാതെ വിശ്വാസികൾ തന്നെ പിരിവെടുത്ത് നമ്മളെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് അത് സ്ഥലം വഖഫ് ചെയ്തതും ബിൽഡിംഗ് ഉണ്ടാക്കിയതും അതിന്റെ നടത്തിപ്പും ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പൊ ആ നിലക്ക് ഒരു ഇസ്സത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അള്ളാഹു ഇസ്ലാമിക സമൂഹത്തിന് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാനെ. റബ്ബെ, വിശ്വാസികൾക്ക് നീ ഇസ്സത്ത് വർദ്ധിപ്പിച്ചു നൽകണ റബ്ബെ. വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകൾ, അവരുടെ എല്ലാ തന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തുകയും അത് വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കുകയും ചെയ്യണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് വിശ്വാസികളായിക്കൊണ്ട് ദീനിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയിരുന്ന ആളുകൾ. ഇന്നലെ ഒരു യുവാവ്, ഈ 10-20 വയസ്സുള്ള ഒരു കുട്ടി മുളിയങ്ങളിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു. റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. അള്ളാഹു സ്വീകരിക്കുകയും അവന് അത്യുന്നതമായ സ്ഥാനവും പദവിയും നൽകി ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ. ഏവരെയും ഈമാനോടുകൂടി, ഞങ്ങളേവരെയും റബ്ബെ ഈമാനോടുകൂടി മരിപ്പിക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഖബർ ജീവിതം നീ സ്വർഗീയമാക്കുകയും അവരെയും ഞങ്ങളിൽ നിന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളും ഞങ്ങൾക്ക് നീ കൺകുളിർമയും സമാധാനവും പ്രദാനം ചെയ്യുന്ന റബ്ബെ. ഞങ്ങളുടെ മക്കളെ നീ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്വാലിഹായ സന്താനങ്ങളാക്കി തീർക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങൾക്ക് ഇരു ലോകത്തും നീ വിജയം നൽകണ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഓരോരുത്തരും നീ കാത്തു രക്ഷിക്കണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമ്പത്തിലും നീ ഖൈറും ബർക്കത്തും നൽകണ റബ്ബെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.